സംസ്ഥാനത്ത് വോട്ടെടുപ്പ് പതിവിലും നീണ്ടുപോയതാണ് ഇന്നലെ കണ്ടത്. വോട്ടിംഗ് യന്ത്രം തകരാറിലായതോടെ പലവട്ടം ബൂത്തുകളിൽ വോട്ടിംഗ് തടസ്സപ്പെട്ടു. പക്ഷേ രാത്രി ഏറെ നീണ്ടപ്പോഴും ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് വോട്ടർമാർ മടങ്ങിയത്. അവസാന നിമിഷം വോട്ട് ചെയ്യാനെത്തി നിരാശരായി മടങ്ങിയവരും ഉണ്ടായിരുന്നു. പലയിടത്തും 10 മണിക്ക് ശേഷമാണ് വോട്ടിംഗ് അവസാനിച്ചത്. കൃത്യം 6 മണി. പോളിംഗ് ബൂത്തുകളിലേക്കുള്ള ഗേറ്റ് അടച്ച് പോലീസ് കുറ്റിയിട്ടു. അപ്പോഴും അകത്ത് വലിയ ക്യൂ തുടരുന്നു. ഇരുന്നും നിന്നും വോട്ട് ചെയ്യാനായി വോട്ടർമാർ കാത്തുനിന്നു. ക്യൂവിലുള്ളവർക്കെല്ലാം ടോക്കൺ നൽകി. നിന്നുമടുത്ത് വോട്ടർമാർക്കിരിക്കാൻ ബെഞ്ചുകളും മറ്റു സൗകര്യങ്ങളും ഏർപ്പെടുത്തി. ക്ഷീണിച്ചു തളർന്നിരുന്നു പലരും. രാത്രിയിലും പോളിംഗ് നീളുമെന്നായപ്പോൾ ലൈറ്റ് ഇടാനുള്ള ശ്രമം. നിന്നുമടുത്ത ആരോ ഇടയ്ക്ക് ക്യൂ തെറ്റിക്കാൻ ശ്രമിച്ചത് ചെറിയ തർക്കമായി. ഇനിയും വൈകിയാൽ അത് തങ്ങളെ തന്നെ ബാധിക്കുമെന്നതിനാൽ എല്ലാം അവർ തന്നെ പരിഹരിച്ചു. ഒടുവിൽ മണിക്കൂറുകൾക്ക് ശേഷം വോട്ട് ചെയ്ത് പുറത്തെത്തിയപ്പോൾ പ്രതികരണം ഇങ്ങനെ: 5 മണിക്ക് വന്ന് നിൽക്കുന്നുണ്ട്. സമയം 8 മണിയായി. മറക്കൂല അങ്ങനെ. ചോറും കറിയൊന്നും വെച്ചില്ല. ഞങ്ങളിപ്പോൾ രാവിലെ ഇറങ്ങി അവിടെ വന്ന് തിരിച്ചു പോയവരുണ്ട്. പിന്നെയും തിരിച്ചു വന്നിട്ട് 3 പ്രാവശ്യമൊക്കെ തിരിച്ചു വന്നവരുണ്ട്. പിന്നെ അപ്പോൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ 8 മണിയായിട്ട് അപ്പോൾ വോട്ട് ചെയ്ത് പിന്നെ വീട്ടിലേക്ക് പോവുക. ജീവിതത്തിൽ മറക്കാത്തൊരു വോട്ടായിരിക്കും ഇത്. അവസാനത്തെ വോട്ടറും പിരിഞ്ഞതോടെ ഉദ്യോഗസ്ഥർക്കും ആശ്വാസം. പിന്നെ സീല് വെച്ച് എല്ലാം ഭദ്രമാക്കിയെന്ന് ഉറപ്പുവരുത്തി അവരും. നിലവിലെ സാഹചര്യത്തിൽ വോട്ട് ചെയ്തേ മതിയാകൂ എന്ന നിർബന്ധം വോട്ടർമാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാത്രി ഏറെ വൈകുവോളം പോളിംഗ് തുടർന്നപ്പോഴും വോട്ട് ചെയ്യാനായി അവർ കാത്തിരുന്നത്. സഞ്ജു പൊറ്റമ്മലിനൊപ്പം ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.